ഗൈസ് അങ്ങനെ ഡുറൻ കപ്പിലെ രണ്ടാമത്തെ മത്സരം ഗ്രൂപ്പ് സ്റ്റേജിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിക്കെതിരെ ഒരു 1-1 ഡ്രോ ആണ്. കഴിഞ്ഞ മത്സരം മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെ, അതായത് മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ്സിനെതിരെ 8-0 എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ ഒരു സർട്ടിലായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആ ഒരു വേ ഓഫ് തിങ്കിങ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൻ്റെ കാര്യങ്ങളൊന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ പറയുക, ഒരു ഗെയിം നമ്മൾ കീറി മുറിച്ച് അനലൈസ് ചെയ്യാവുന്നതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ടേക്ക് അവേസ് അല്ലെങ്കിൽ ലെസൺസ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൺസേൺസ് ആയിട്ടുള്ളത് മനസ്സിലാക്കാമെന്നൊക്കെ ഉള്ളതാണ് ഈ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും 2 ഗോളുകളാണ് ഈ ഒരു മത്സരത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം പഞ്ചാബ് എഫ് സി ആണ് സ്കോർ ചെയ്യുന്നത്. അവർ 45 മിനിറ്റും കഴിഞ്ഞ് ആദ്യ പകുതിയുടെ അധിക സമയത്തിലാണ് അടിക്കുന്നത്. ലൂക്ക മാച്ചിൻ്റെ ഗോളാണ് വരുന്നത്. അതിൽ പറഞ്ഞ പോലെ ഒരു ഡിഫൻസീവ് മിസ്റ്റേക്ക് തന്നെ ഉണ്ട്. കാരണം നിങ്ങൾ ആ ഒരു ഗോളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസിൻ്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അതിൽ ഭയങ്കരമായിട്ട് ഷേക്കി ആയിട്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും. അതൊരു ഓഫ് സൈഡ് ട്രാപ്പിനാണ് ശ്രമിച്ചതെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു മോശം ഓഫ് സൈഡ് ട്രാപ്പിനുള്ള ശ്രമമായിരുന്നു എന്ന് പറയേണ്ടി വരും. ഐബാൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വേർ ഈസ് ദാറ്റ് സെൻട്രൽ ബാക്ക് മിലോസ് എന്നുള്ളത് ചോദ്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാവുന്നത് തന്നെയാണ്. ഇനി KBFC നേടിയ ഗോൾ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള ഗോളാണത്. ലൂണ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു, പെപ്പറയ്ക്ക് കൊടുത്ത ഒരു ബോൾ അദ്ദേഹം കട്ട് ബാക്ക് കൊടുത്തു. ഈസി ആയിട്ട് ഐമന് അകത്തേക്ക് ഒരു കയറ്റാമായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ബോൾ. അങ്ങനെയാണ് ഒരു 1-1 എന്ന നിലയിലേക്ക് വരുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് KBFC എനിക്ക് തോന്നുന്ന ഒരു 4-4-2 ഫോർമേഷൻ പോലെയാണ് തോന്നിയത്. ഇതിൽ ചേഞ്ചസ് ഉണ്ട്, സ്വിച്ചിങ് ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ സെയിം ഗോൾ കീപ്പർ ആൻഡ് ഡിഫൻസ്. മിഡ്ഫീൽഡിൽ 2 ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിലാണ് ഫ്രെഡിയും ഡാനിഷും കളിച്ചത്. ലെഫ്റ്റിൽ നോവയും റൈറ്റിൽ ആയിട്ടാണ് യൊഹിംബയെ കാണാൻ സാധിച്ചത്. പിന്നെ 2 അറ്റാക്കേഴ്സ് എന്ന നിലയിലാണ് പെപ്രയും ലൂണയും കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യമൊന്നും നമുക്ക് ലൂണയ്ക്ക് ഒരു എന്താണ് എന്നുള്ളത് ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു. കാരണം ആ ഒരു റോളിൽ അദ്ദേഹത്തിന് ബോൾ കിട്ടുക അങ്ങനത്തെ ഒരു അവസരം തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ സ്വിച്ചിങ് ഒക്കെ നടത്തി അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡറായിട്ട് പോകുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഐമാൻ ആ ഒരു പൊസിഷനിലേക്ക് വന്നപ്പോഴാണ് വീണ്ടും ആ ഒരു ചേഞ്ചസ് വരുന്നത്. കാരണം ഒരിക്കലും യൊഹിംബ ഒരു ബേസിക്കലി ഒരു വിങ്ങറായിട്ടുള്ള പ്ലെയർ അല്ല. അദ്ദേഹം ഒരു സെൻട്രൽ മിഡോ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡോ അങ്ങനത്തെ രീതിയിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിൽ എനിക്ക് ഒരു പ്രധാന കൺസേൺ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം, കൺസേണിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആ ഗോൾ കീപ്പറുടെ കാര്യം പറയാം. സോംകുമാർ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇമ്പ്രസീവ് ആയിരുന്നു. 2 അടിപൊളി സേവുകൾ ഉണ്ടായിരുന്നു 1-on-1 സിറ്റുവേഷനിൽ തന്നെ. ഇനി ഞാൻ പറഞ്ഞില്ല, കൺസേണിലേക്ക് വരുമ്പോഴത്തേക്കും മിലോസിൻ്റെ പെർഫോമൻസ് ഒരു കൺസേൺ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരു അലസത, നമ്മൾ സെക്കൻഡ് ഫേസ് ഓഫ് ISL പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളിലെല്ലാം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മിലോസിന് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് സംടൈംസ് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മാച്ചിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു പ്രീ സീസൺ സ്റ്റേജാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് ആദ്യ സ്റ്റേജ് ഓഫ് മാച്ചസ് ഒക്കെയാണ് എന്നുള്ളത് ശരിയാണ്. ഇപ്പം ലൂണയാണെങ്കിലും ഒരു ഫുള്ളി ഫിറ്റ് ആയിട്ടെന്ന പോലെ നമുക്ക് തോന്നിയില്ല. പക്ഷേ മിലോസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഇത് നമ്മൾ കഴിഞ്ഞൊരു സെക്കൻഡ് ഫേസ് ഓഫ് ISL കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു കൺസേൺ ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് 2 വർഷത്തെ കൂടി ഒരു ലോങ് ടേം കോൺട്രാക്റ്റും കൂടെ കൊടുത്തൊരു സാഹചര്യത്തിൽ വാട്ട്സ് ദ പ്ലാൻ എന്നുള്ളത് നോക്കണം. കോച്ചിൻ്റെ ഒരു ഫസ്റ്റ് ചോയ്സ് CB ആരായിരിക്കും, പുതിയ വരാൻ പോകുന്ന കൊയ്ഫ് ആയിരിക്കും എന്നൊക്കെ ഉള്ളത് നോക്കി കാണേണ്ടതാണ്. പിന്നെ ഈ മാച്ചിലും ഐബാനെ ഒരു റൈറ്റ് ഫുൾ ബാക്ക് എന്ന നിലയിൽ തന്നെയാണ് കളിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആ ഗോൾ വന്നതിൽ. പക്ഷേ ഓവറോൾ ഒരു ആവറേജ് പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തോന്നിയത്. സഹീഫിൻ്റെ കാര്യം എനിക്ക് കഴിഞ്ഞ മാച്ചിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പറയേണ്ടതുള്ളത്. അദ്ദേഹം അങ്ങനെ ടെക്നിക്കലി ഭയങ്കര ഇതായിട്ട് കളിക്കുന്ന വേറല്ല, പക്ഷേ അറ്റാക്കിംഗ് വൈസ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ട്രാക്ക് ബാക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഇപ്പം പറഞ്ഞ പോലെ നോച്ച ആയിരിക്കും, ഐബാനായിരിക്കും ആ റോളിൽ വരിക എന്നുള്ള പ്രതീക്ഷയോടത്താണ് പ്രീ സീസൺ സ്റ്റേജിൽ അല്ലെങ്കിൽ ഡുറൻ കപ്പിൻ്റെ ഈ ഒരു സ്റ്റേജിൽ സഹീഫ് വരുന്നത്. ഇനി ISL സ്റ്റേജിലോട്ട് വരുമ്പോൾ ആരായിരിക്കും ആ റോൾ വരിക എന്നുള്ളതാണ് ഒരു ഇത്. എനിക്ക് പേഴ്സണലി നോക്കി കഴിഞ്ഞാൽ നോവാച്ച ഓർ ഐബൻ തന്നെ അവിടെ വരണം. സന്ദീപ് റൈറ്റിൽ ഇത് തന്നെ ആയിരിക്കും കുറച്ചും കൂടി നമ്മുടെ ഒരു ഡിഫൻസിനെ സ്ട്രോങ് ആക്കുന്ന ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഹോമിപ്പാം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ഈ മാച്ചിൽ കളിച്ചത്. ഈ മാച്ചിൽ സ്റ്റാർ പെർഫോം നടത്തിയത് നമുക്കറിയാം, മിഡ്ഫീൽഡ് കളിച്ച ഫ്രെഡ് തന്നെയാണ്. വളരെ മികച്ച ഒരു പെർഫോമൻസ് ആ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ എന്ന് തന്നെ കഴിഞ്ഞ മാച്ചിൽ ഈ മാച്ചിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഡാനിഷിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹം കഴിഞ്ഞൊരു മാച്ച് ഞാൻ പറഞ്ഞിരുന്നു കുറച്ചും കൂടി അറ്റാക്കിംഗ് റോളിലാണ് അദ്ദേഹത്തെ കളിപ്പിച്ചത്. ഒരാളെ മാത്രം ഒരു ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫൻസീവ് ഡ്യൂട്ടി കൊടുത്തിട്ട് ലൂണയ്ക്കും ഡാനിഷിനും കുറച്ചും കൂടി അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഡാനിഷിനൊരു എന്താ പറയുക, ഒരു ഡിഫൻസീവ് ഒരു ഹോൾഡിംഗ് പ്ലെയർ എന്ന നിലയിൽ തന്നെയാണ് കളിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ സെയിം നമുക്ക് അദ്ദേഹത്തിന് ഡേർട്ടി ഗെയിംസ് കാണാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മിസ് പാസസ് എന്നൊക്കെ പറയുന്ന സംഭവം നമുക്ക് ഈ ഒരു മാച്ചിലും കൂടെ നീളം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞല്ലോ ഹിംബയെ ആ റോളിൽ കളിപ്പിച്ച് അത്ര ഒരു മികവ് തോന്നിയില്ല. പിന്നെ നോവയാണെങ്കിലും കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം
ലൂണയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ അദ്ദേഹം ഒരു കംപ്ലീറ്റ്ലി ഒരു ഫിറ്റ്നസ്സിലേക്ക് വരുന്നുള്ളൂ, അതോ ഈ പ്രീ സീസൺ ഇതായതുകൊണ്ട് അദ്ദേഹം കുറച്ച് എന്താ സാധാരണ ഗതി കളിയുന്ന പട്ടിപ്പണി എടുക്കാന്ന് പറഞ്ഞില്ല, ആ രീതിയിലൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഐമാൻ്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു റൈറ്റ് വിങ്ങിൽ കൊണ്ടുവന്നു. പക്ഷേ ഞാൻ ലാസ്റ്റ് മാച്ചിൽ പറഞ്ഞ പോലെ തന്നെയാണ് തോന്നുന്നത്, അതേ മാച്ച് ഗോളും അടിച്ചു, കഴിഞ്ഞ മാച്ച് ഞാൻ പറഞ്ഞാൽ അസിസ്റ്റും പ്രീ അസിസ്റ്റും ഒക്കെ കൊണ്ടുപോയി. പക്ഷേ അദ്ദേഹത്തെ ഇൻ കേസ് ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കളിപ്പിക്കുന്നില്ല പ്ലാനെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ലെഫ്റ്റ് വിങ്ങിൽ തന്നെ എടുക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകിൽ ലെഫ്റ്റ് വിങ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ഓർ AM റോളിലൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോട്ട്. അവിടെ നമ്മൾ ഒരു റൈറ്റ് വിങ് പ്ലെയറെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. റൈറ്റ് വിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നവോച്ചയെ സെക്കൻഡ് ഹാഫിൽ ഇറക്കി ഒരു റൈറ്റ് ഫുട് ബാക്കിൻ്റെ റോളിൽ കളിപ്പിച്ചിരുന്നു. അത് ഈ പറഞ്ഞ രണ്ട് ലെഫ്റ്റ് ബാക്സിന് എന്താണ് നമ്മൾ റൈറ്റ് ബാക്സിൽ യൂസ് ചെയ്യുന്നത് അറിയത്തില്ല. ചിലപ്പം പ്രീ സീസണിൻ്റെ ഒരു കാര്യമായതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ ടെസ്റ്റ് നടത്തുന്നതായിരിക്കാം പറഞ്ഞ പോലെ യൂട്ടിലൈസ് ചെയ്തത്. പക്ഷേ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോസിലൊക്കെ, നമുക്ക് ഉറപ്പായിട്ട് ഒരു ഫുൾ ബാക്ക്, ഒരു റൈറ്റ് ഫുൾ ബാക്കിനെ ആവശ്യമാണ്, അതുപോലെ തന്നെ ഒരു റൈറ്റ് വിങ്ങറെ ആവശ്യമാണ് എന്നുള്ളത്. അത് എനിക്ക് പ്രീ സീസണിലെ 2 മാച്ചസ് കാണുമ്പോഴത്തേക്കും ആ കൺസേൺസ് ഉറപ്പായിട്ടും കൂടി വരികയാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ പെപ്രയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹം ഇപ്പോൾ സൊട്ടീരോ പോയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ടീമിൽ നിലനിർത്താം. പക്ഷേ അദ്ദേഹത്തെ ഒരു എലോൺ സ്ട്രൈക്കർ എന്ന നിലയിൽ കളിക്കുമ്പോഴത്തേക്കും അദ്ദേഹം എത്രത്തോളം വരുമെന്നുള്ളത്, കാരണം അദ്ദേഹം പറഞ്ഞല്ലോ കുറച്ച് പിന്നോട്ട് വന്ന് അദ്ദേഹത്തിന് ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, അദ്ദേഹത്തിന് ഫിസിക്കൽ സ്ട്രെങ്ത് യൂസ് ചെയ്യാൻ പറ്റും, ഷീൽഡ് ചെയ്ത് കളിക്കാൻ പറ്റും, നമ്മുടെ മറ്റു പ്ലേയേഴ്സിന് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 സ്ട്രൈക്കേഴ്സിന് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോവയും ലൂണെ ഒന്നിച്ച് കളിപ്പിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ മറ്റൊരു സ്ട്രൈക്കറേയും വെച്ച് അങ്ങനെ കളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം ഒന്നുകിൽ ചെയ്യാൻ നമുക്ക് പറഞ്ഞാൽ പെപ്രയെ കീപ്പ് ചെയ്ത് തന്നെ നമുക്കൊരു സ്ട്രൈക്കർ എത്തിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് പെപ്രയെ ഇപ്പം ഒരു ചേഞ്ച്, ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരു ചേഞ്ച് എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ 2 സ്ട്രൈക്കറെ യൂസ് ചെയ്ത് നോവയോ ലൂണ ഒരാളെ കട്ട് ചെയ്ത് കളിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗോളിന് പിന്നെ നിൽക്കുമ്പം ഡിഫൻസ് ചെയ്യുന്ന ഒരു പ്ലെയറെ വലിച്ചിട്ട് ആ രീതിയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഒരു എലോൺ സ്ട്രൈക്കർ എന്ന നിലയിൽ ഇനിയും കൺസേൺസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് ഈ ഒരു മാച്ചിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് ഒരു അൺലക്കായിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഈ മാച്ചിൽ. അതായത് 2 ക്രോസ് ബാർ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അതും ഒന്ന് ഫ്രെഡിയുടെ ഒരു ലോങ് റേഞ്ച്, അതൊരു മനോഹരമായിട്ടുള്ള ഗോളായി മാറിയേനെ. അതുപോലെ തന്നെ മത്സരത്തിൻ്റെ അവസാന മിനിറ്റിലാണ് നമുക്ക് ഈ പറയുന്ന പോലെ പെപ്രയുടെ ആ ഒരു ക്രോസ് ബാറിൽ ഇടിച്ചു പോകുന്ന ഒരു സംഭവം വരുന്നത്. സോ എനിക്ക് പഞ്ചാബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി ഒരു ഫിസിക്കൽ ഒരു അപ്രോച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിവേ ഈ ഒരു മത്സരത്തിൽ നമുക്ക് 1 പോയിന്റ് നേടിയെടുക്കാൻ സാധിച്ചു. പഞ്ചാബിന് നമുക്കിപ്പോൾ 4 പോയിൻ്റാണുള്ളതെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഒരു GDയുടെ ഒരു ആനുകൂല്യത്തിൽ നമ്മൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അടുത്ത മത്സരത്തിൽ വിജയിച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് 1ാം സ്ഥാനക്കാരായിട്ട് തന്നെ അടുത്ത റൗണ്ടിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ 6 ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പ് ചാമ്പ്യൻസിനും അതുപോലെ തന്നെ 2 സെക്കൻഡ് പ്ലേസ് ടീമിനുമാണ് ക്വാർട്ടർ ഫൈനൽസിലേക്കുള്ളൊരു യോഗ്യത നേടാനായിട്ട് സാധിക്കുക. ഡുറൻ കപ്പിൽ നമുക്ക് കൂടുതൽ മാച്ചസ് കളിക്കാൻ പറ്റണം, കൂടുതൽ കോമ്പറ്റീറ്റീവ് മാച്ചസ് കളിക്കാൻ പറ്റണം. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ISL ആയിരിക്കും ഉണ്ടാകുക എന്നൊക്കെ ഉള്ളതാണ്. സോ ഇതൊക്കെയാണ് ഈ മാച്ചിനെ പറ്റി പ്രധാനം. ഞാൻ മാച്ചിനെ പറ്റി പറയുന്നതിന് ഉപരി എൻ്റെ കൺസേൺസ് നമുക്ക് എടുക്കാവുന്ന ടേക്ക് അവേസ് എന്ന നിലയിലേക്കാണ് സംസാരിച്ചത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമ്പോസ് ചെയ്ത് നമുക്ക് കാണിക്കാൻ വിഷയം.